ഈ ബിരിയാണി എന്ന് പറയുന്നത് വലിയൊരു ഇമോഷനാണ്. അത് നാഷണൽ ലെവലാണെങ്കിലും ശരി, ഇന്റർനാഷണൽ ലെവലാണെങ്കിലും ശരി, ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഈ ബിരിയാണിയിൽ കാണുന്നത്. ഒന്ന്, ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഈ ബിരിയാണി വളരെ പേടിച്ചാണ് കഴിക്കുന്നത്. കാരണം അവരുടെ മാക്രോസും കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആണോ, കാപ്സ് അധികം കഴിക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒരു പേടിയുണ്ട്. ആൻഡ് സെക്കൻഡ്ലി, ഈ കോളേജിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരെ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരെ, പിന്നെ ഈ വേറെ പുറത്തെ നിന്ന് വർക്ക് ചെയ്യുന്ന ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാര്, ഇവർക്കൊക്കെ ഈ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആണ്. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ അതിന് ലെയർ ചെയ്യുക, ദം ചെയ്യുക, പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് അവർ വേണ്ട, കടയിൽ പോയിട്ട് തന്നെ കഴിച്ചാൽ മതി. പക്ഷെ വളരെ പ്രോട്ടീൻ ഫോക്കസ്ഡ് ആയിട്ടും അതേസമയം തന്നെ വളരെ ഈസി ആയിട്ടും എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഇന്ന് ചേട്ടൻ കാണിച്ചു തരാം. സോ വെൽക്കം ടു മൈ ചാനൽ. സാധാരണ ഈ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഡയറ്റ് ചെയ്യണ സമയത്ത് മാക്സിമം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കും. അല്ലെങ്കിൽ ചിലർ പറയും ഒരു മാസത്തേക്ക് നന്നായിട്ട് ഡയറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച അങ്ങോട്ട് പിടിച്ചിട്ട് ആ ഒരു ബിരിയാണി അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിരിയാണി ഉണ്ടല്ലോ, ഞാൻ ഏകദേശം 2-3 ദിവസം അടുപ്പിച്ച് അങ്ങോട്ട് കഴിച്ചു. അതായത് ഈ ബിരിയാണി ഈ സ്റ്റൈലിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു സ്റ്റൈൽ പ്രകാരമായിട്ട് നമ്മളൊരു 2-3 ദിവസം അടുപ്പിച്ച് കഴിച്ചു. അതെൻ്റെ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ എന്നെ ഉൾപ്പെടുത്തി. എൻ്റെ വെയിറ്റ് കൂടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ ഏകദേശം ഒരു 300-400 ഗ്രാമോളം കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ കുറയുകയും ചെയ്തു. അപ്പോൾ അതത്ര എഫക്റ്റീവായിരുന്നു. പിന്നെ വർക്കൗട്ടും കാര്യങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇത് വളരെ എഫക്റ്റീവായിരുന്നു. പിന്നെ ഇത് റെഡ് ചില്ലി പേസ്റ്റ്, കാശ്മീരി ചില്ലി പേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. അത് ഞാനിത് എടുത്തു പറയാൻ കാരണം അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു 10-12 കാശ്മീരി ചില്ലി ഈ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് ഉണ്ടാക്കലാണ് ഈ കാശ്മീരി ചില്ലി പേസ്റ്റ്. ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ. പിന്നെ 1.5 കിലോ ചിക്കനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 കിലോ ചിക്കനിലേക്ക് ഞാൻ 1/2 കിലോ റൈസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കണേ? കാരണം നമ്മൾ 1 കിലോ ചിക്കൻ്റെ കൂടെ 1 കിലോ റൈസ് അങ്ങനെയാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോട്ടീൻ ഫോക്കസ്ഡ് ആണ്. ഒരുപാട് റൈസ് എടുക്കാൻ മാത്രം ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. കൂടുതലായിട്ട് ചിക്കൻ ഇതിനകത്ത് വരണം. അതാണ് നമ്മുടെ ഫോക്കസ്. പക്ഷേ ബിരിയാണീൻ്റെ ആ ഫ്ലേവറും നല്ല ആ ടേസ്റ്റും ഇതിൻ്റെ ഒപ്പം ഒരു രീതിയിലും കോംപ്രമൈസ് ആവാണ്ട് കിട്ടും വേണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സാധനം ഒന്ന് വെച്ച് അടച്ച് വരുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം വരും. ആ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കണം. എൻ്റെ ഒരു കണക്ക് പ്രകാരം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കണക്ക്. അപ്പോൾ ഈ ചിക്കനിൽ വരുന്ന വെള്ളവും പിന്നെ ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് ഈ 2.5 കപ്പിനെ 1.5 കപ്പ്, അത് നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. 2.5 × 1.5 എത്രയാണ്? 2.5 കപ്പ് അരിയാണ്. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് വെള്ളം എത്രയാവുമെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ആ ഒരു കണക്കിൽ ഇത് വെള്ളം ഒഴിക്കുക. ഒഴിച്ചിട്ട് ഈ അരി അങ്ങോട്ട് തിളയ്ക്കുമ്പോൾ, ഈ വെള്ളം അങ്ങോട്ട് തിളയ്ക്കുമ്പോൾ കുക്കർ വെച്ച് വെയിറ്റ് ഇടുക. 3 മിനിറ്റിൻ്റെ ടൈമർ ഇട്ടിട്ട് അത് അവിടെ മാറ്റി വയ്ക്കുക. കറക്റ്റ് അത് 3 മിനിറ്റ് ആയിട്ട് ഈ കിങ്കിങ് അടിക്കുമ്പോൾ ആ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 20 to ഒരു അരമണിക്കൂറോളം അതിനെ റെസ്റ്റ് ചെയ്തിട്ട് സാധനം തുറക്കുക. അവിടെ സ്റ്റീം കാരണം ക്യാമറ ഫോഗായിപ്പോയി. എനിവേ, കണ്ട, ഇതിൽ കൂടുതൽ ചിക്കനാണ് നമ്മൾ പൊന്തി വെക്കുന്നത്, റൈസ് കുറവാണ്. അപ്പോൾ റൈസ് അതിനനുസരിച്ച് നമുക്ക് എടുക്കാനേ തോന്നുള്ളൂ. ഒരു മെൻ്റൽ സംഭവം കൂടിയാണ്. പക്ഷേ നമുക്ക് ബിരിയാണി കഴിച്ചു എന്നുള്ളതുണ്ടാവും. അതിൻ്റെ ഒപ്പം നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു റൈത്തയും കൂടി ചേർത്തിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. സോ സാധനം റെഡി ആയിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ, നമുക്ക് ചിക്കൻ ഒരുപാടുണ്ട്. പിന്നെ റൈസ് നമ്മൾ ഒരു പോർഷൻ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് രണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഫൈബറിന് വേണ്ടിയിട്ട് കുറെ ക്യുക്കംബർ ഇട്ടിട്ടുള്ള ഒരു സാലഡ്, ക്യുക്കംബർ, ഓണിയൻസ് ആൻഡ് ടൊമാറ്റോസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡാണിത്, റൈത്ത. അതന്നെ അത്യാവശ്യം തൈര് ഒഴിച്ചിട്ടുണ്ട്. അഗൈൻ എക്സ്ട്രാ പ്രോട്ടീൻ. സോ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടൊരു സംഭവമാണ്. സോ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആണല്ലോ, നെയ്യ് അധികം ഒഴിച്ചിട്ടില്ല, എണ്ണ അധികം ഒഴിച്ചിട്ടില്ല, പിന്നെ വേറെ മസാല കളികളും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവും, ട്രസ്റ്റ് മീ, ഒരു കുറവും ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്. ആൻഡ് ഈസി ആയതുകൊണ്ട് ഇതിലെ ഫ്ലേവറിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. സോ
ഇതുപോലത്തെ ഇനിയും ഈസി റെസിപ്പീസ് ചേട്ടൻ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺഡ്. ആ ലൈക്കും സബ്സ്ക്രൈബ് ആ ബട്ടൺസ് ഒന്നും മറക്കാണ്ടിരിക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം.